ഹലോ ഗൈസ്, വണക്കം, വെൽക്കം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രവീൺ പ്രണവ് പ്രവീണിൻ്റെ ചാനലിനകത്ത് വന്നൊരു ഹോം ടൂറ്, അവരുടെ വീട് വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ടുള്ളൊരു വീഡിയോ. അത് വളരെ എന്താ പറയുക, സന്തോഷമായിട്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു. ആ ഒരു വീഡിയോയ്ക്കകത്ത് അതിനകത്ത് അവർ പറഞ്ഞ ചില നെഗറ്റീവ് കമൻറ്റ്സ്, അവർക്ക് പുറകെ വരുന്ന കുറച്ച് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് അങ്ങനെ എന്തിനാണ് അവരെ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യുന്നത്. അതിന് മുമ്പ് അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ തന്നെ അവിടെ എന്താ പറയുക, ഈ പ്രണവ് പ്രവീൺ ഇവരുടെ രണ്ടുപേരുടെ അമ്മയുടെ ബർത്ത്ഡേ നടന്നിട്ടുണ്ട്. അഥവാ ജന്മദിനം ആ ദിവസം ആയിരുന്നു, എന്തോ ആണ് ആ ദിവസങ്ങളിലായിരുന്നു. അത് 2 ദിവസത്തിന് മുമ്പാണ്. അപ്പം ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിട്ട വീഡിയോ താഴത്തെ കമൻറ്റ് ബോക്സിനകത്ത് മൊത്തം ഏറെക്കുറെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി കമൻസും പ്രവീണിന് എഗെയിൻസ്റ്റ് ആണ്. പ്രവീൺ എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവർക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞ് പ്രണവ് കൊച്ചുവിനെ കുറ്റപ്പെടുത്താനോ ഒന്നും നമുക്ക് ആർക്കും താല്പര്യമില്ല. നിങ്ങൾക്കും താല്പര്യം ഉണ്ടാകത്തില്ല, എനിക്കും താല്പര്യമില്ല. ആ കമൻറ്റുകളിൽ ചിലത് ഞാൻ നിങ്ങളെ മുന്നിൽ വായിക്കാം. എന്നിട്ട് എനിക്ക് ചെറിയ രീതിയിലൊരു പെയിൻ അല്ലെങ്കിൽ ഒരു വിഷമം തോന്നിയൊരു സംഭവങ്ങളുണ്ട്. അത് ഞാനത് പറയാം. ചെറിയൊരു എന്തായാലും കമൻറ്റ് ബോക്സ് മൊത്തം ഈ പുള്ളിക്കാരന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഏതാണ്ട ഗ്ലാമി ഗംഗ വീട് വെച്ചപ്പോൾ ഫുൾ പോസിറ്റീവ് കമൻസും ആയിരുന്നു. സബ്സ്ക്രൈബർ സ്വന്തമായി വീട് വയ്ക്കുന്നത് പോലെ ഹാപ്പി ആയിരുന്നു. ഇവരുടെ വീട്ടിലെ പ്രോബ്ലം പബ്ലിക്കായിട്ട് ഇട്ടുകൊണ്ട് ആരും ഇത്രയും നെഗറ്റീവ് വന്നത്. അതുപോലെ ഫാമിലി ചാനൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയതും ആണ് ഇവർക്ക് നെഗറ്റീവ് വരാൻ കാരണം. അതായത് പറയുന്നതിൽ ആരോപണത്തിൽ പ്രധാനപ്പെട്ട കാര്യം, ഇവർ എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടാക്കിയ ചാനൽ പ്രവീൺ ഒറ്റയ്ക്ക് അത് അടിച്ചെടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഇവരെ കൂടുതൽ കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കത് അറിയില്ല. നമ്മളന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അതിനകത്തുള്ള വ്യക്തിപരമായ അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇതാണ് ശരിയെന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. കാരണം ഞാനൊരു ജഡ്ജിയോ അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയക്കകത്തിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ആൾക്കാരുടെ ഈ കണ്ണടയും വെച്ച് ഇങ്ങനെ കയ്യിൽ കുറുതടിയും വെച്ചിട്ട് അടിക്കുന്ന ഒരു ജഡ്ജിയോ നിയമപാലകനോ നീതിന്യായ കോടതിയോ അല്ല. ഞാനൊരു സാധാരണക്കാരനാണ്, നിങ്ങളിലൊരാളാണ്, സംസാരിക്കുന്ന അത്ര മാത്രം. അപ്പോൾ അടുത്ത കമൻറ്റ് എന്ന് വെച്ചാൽ, വീട്ടിലെ പ്രശ്നങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളമ്പുമ്പോൾ ഓർക്കണം നെഗറ്റീവ് കമൻറ്റ് വരുമെന്ന്. സ്വന്തം വീട്ടിലെ പ്രോബ്ലം പുറത്തും അറിയാതെ അന്തസ്സായിട്ട് മാറി താമസിക്കണമായിരുന്നു. പിന്നെ ചാനൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയതൊക്കെ കുറ്റം കേൾക്കാനുള്ള കാരണങ്ങളാകാം. ആൾക്കാർ കുറ്റം പറയുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് സ്വന്തം വീട്ടിലെ വിഷയങ്ങൾ പബ്ലിക്കാക്കി, അതോടൊപ്പം തന്നെ ചാനൽ അദ്ദേഹം കൈക്കലാക്കി എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. അതിലെത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അന്നത്തെ സമയത്തുള്ള വീഡിയോ ചെയ്തപ്പോൾ എന്തോ പ്രവീൺ പറയുന്നത് കേട്ടു, അദ്ദേഹമാണ് ചാനൽ തുടങ്ങിയത്, അദ്ദേഹം തന്നെയാണ് മെയിനായിട്ട് മേജർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അനിയൻ അധികം ഒന്നിനും ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതുപോലെയാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് കുടുംബ പ്രശ്നം നാട് മുഴുവൻ അറിയിച്ച് റീച്ച് ഉണ്ടാക്കി, ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് അവൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ കമൻറ്റ് ഇടുന്നു. അല്ല, അച്ഛൻ്റെ അമ്മ അനിയൻ പ്രവീണിനെതിരെ കള്ളം പറഞ്ഞപ്പോൾ ഇമോഷണലായി വീഡിയോ ഇട്ടു, അതുകൊണ്ട് റിപ്ലൈ ഇടുകയില്ല, അല്ലാതെ വേറെ അല്ലെന്നാണ് അറിഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അവർ കള്ളം പറഞ്ഞിട്ട് ആണെങ്കിൽ ഓക്കെ. അതായത് 2 അഭിപ്രായങ്ങളുണ്ട്. അതായത് ഇവിടെ അഭിപ്രായ സമന്വയം എന്നുള്ള സാധനത്തിൻ്റെ അപ്പുറത്തേക്ക് ഇവരുടെ തന്നെ ഫാൻസ് തമ്മിൽ 2 അഭിപ്രായങ്ങൾ പറഞ്ഞ് കമൻറ്റ് ബോക്സുകളിൽ, എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനകത്തൊരു കമൻറ്റാണ്, മൂപ്പൻ ഐ ലൈക്ക് പ്രവീൺ ആൻഡ് പ്രണവ് ബട്ട് ഐ തിങ്ക് ഹി ലാഷ് ഔട്ട് ഈസ് ബിക്കോസ് ഓഫ് പ്രവീൺ ടേക്കിംഗ് ദ ചാനൽ അവേ. ചാനൽ കൊണ്ടുപോയതിനെ കുറിച്ച് തന്നെ ആൾക്കാർ മെയിനായിട്ടുള്ള അത് യെസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? പുള്ളിക്കാരനെ ചാനൽ എല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്ത ചാനൽ കൈക്കലാക്കി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം പങ്കുവയ്ക്കുക, അത്ര. ചേട്ടൻ പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അതൊരു ഭയങ്കര ഗംഭീര കമൻറ്റാണ്. അവർ വീട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യട്ടെ, മൃദുലയുടെ അച്ഛനെയും അമ്മയുടെയും ചേച്ചിയെയും പബ്ലിക്കാക്കി മോശക്കാരിയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? മൃദുലയുടെ വീട്ടുകാരെ മോശക്കാരാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു വീടാകുമ്പോൾ പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ പാടില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഡിവോഴ്സ്, കൊലപാതകങ്ങൾ ഇങ്ങനെ സാധാരണ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരെ പോലെ പബ്ലിസിറ്റി ഉള്ളവർ കുറച്ചൊക്കെ മര്യാദ കാണിക്കണ്ടേ? സ്വന്തം കുടുംബത്തെയാണ് ഇവർ അത്രയും മോശമാക്കിയത്. അനിയൻ്റെ ഭാവി പോലും അവർ ഓർത്തില്ല. ഈ യൂട്യൂബൊക്കെ എത്ര നാളുണ്ടാകും? മൃദുലയെ അവർ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയെങ്കിൽ അവളുടെ വീട്ടിലാക്കിയാൽ പോരായിരുന്നോ? ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി അവിടെ തന്നെ നിർത്തി, ഓരോന്ന് ഒപ്പിച്ചു. മക്കൾ വീട് മാറുന്നത് ലോകത്ത് ആദ്യമായി ഒന്നുമല്ല. പ്രവീണെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ മാത്രമായിരിക്കും. സ്വന്തം കുടുംബത്തെ തള്ളി പറയാതിരിക്കുന്നെങ്കിൽ ഇതിലും വലിയ സപ്പോർട്ട് അവർക്കുണ്ടായേനെ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കമൻറ്റുകൾ, അന്യായ കമൻറ്റുകളൊക്കെയാണ് ഈ കമൻറ്റ് ബോക്സിൽ. എൻ്റെ കമൻറ്റ് ബോക്സാണ് കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ പോയി കണ്ടു നോക്കും. ഓക്കെ, കഴിഞ്ഞില്ല. ഇനി ഞാൻ പറഞ്ഞൊരു മെയിൻ കാര്യം, അതായത് ഈ പ്രണവ്
കൊച്ചുവിൻ്റെ ചാനലിൽ 2 ദിവസം മുമ്പ് അമ്മ ബർത്ത്ഡേ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു സുന്ദരമായൊരു വീഡിയോ. ഇപ്പോൾ ഈ ഒരു എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതിലൂടെയാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാർഷ്യാലിറ്റി ഇല്ല. ഇവരോട് എനിക്ക് 2 ചാനലായിട്ട് മാറി ഇവരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അവരോട് വെറുപ്പ് വരാനുള്ള കാര്യമൊന്നും എനിക്കില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് ഇവരെ നേരിട്ട് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. പക്ഷേ മുൻകാലം മുതൽ പ്രവീണിൻ്റെ പ്രണവിൻ്റെയൊക്കെ ഡാൻസ് കാണുകയും ആ ഡാൻസിനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും അവരുടെ റൂമിൽ അവരുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഡാൻസ് എന്ത് രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞാൻ ആസ്വദിച്ച ഒരാളാണ്. ഞാൻ അവരുടെ ശരിക്കും പറഞ്ഞ ഒരു ഫാനായിരുന്നു. ഓക്കെ, ഇപ്പോഴും അങ്ങനെ അല്ലെന്നല്ല, കാരണം ഇപ്പോൾ ആ ഒരു വീട് വെച്ചതിനെക്കുറിച്ച് എനിക്ക് അത്ഭുതമൊന്നുമല്ല. ആ വീട് വെച്ച് മാറുന്നത് അതിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തി വളർച്ച കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇവിടെയും അവർ സന്തോഷത്തിൽ എത്തട്ടെ. ഇനി നമ്മുടെ അമ്മയുടെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു കാര്യം അതിനകത്ത് കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എടുക്കാൻ പറ്റുമോ? എന്തൊരു മൊമെൻ്റ് അല്ലേ. നമ്മുടെയൊക്കെ അമ്മമാർ പ്രായം കൂടി വൃദ്ധരായി എല്ലാമായി അവർക്ക് വേണ്ട കാര്യങ്ങൾ പലതും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കുമ്പോഴും അവരുടെ പല ആവശ്യങ്ങളും പല ആഗ്രഹങ്ങളും നമ്മളൊക്കെ സത്യം പറഞ്ഞ് മറന്ന് ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവരുടെ പല ഏറ്റവും ചെറിയൊരു ആഗ്രഹത്തിനെ പോലും നമ്മളൊന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ നടക്കുന്നവരാണെന്നൊക്കെ തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ സംഭവം കേട്ടോ. ഇവിടെ ഇപ്പം ഈ ഒരു അമ്മയും മകനും കൂടെ നിൽക്കുന്ന സമയത്തും അമ്മയെ സംബന്ധിച്ചത് ഒരു അമ്മമാർക്കും മക്കളെ രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല. ചിലരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും ഇവിടെ 2 മക്കളെയും താലോലിച്ച് അവർ ഈ ഒരു വളർച്ചയിലൊക്കെ സന്തോഷിച്ചിരുന്ന അച്ഛനമ്മയും തന്നെയാണ് അവർ. എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്നവരുണ്ടായി. അവരൊന്നിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായിട്ട് അടുത്ത് വളരെ പെട്ടെന്ന് ഒന്നിക്കണേ, ഇവരെ കുടുംബമൊക്കെ ഒന്നിക്കണേ, ശിഥിലമായിട്ട് മാറരുതേ, ആ ഒരു അടുപ്പവും സന്തോഷമൊക്കെ ഉണ്ടാവണേ എന്നുള്ള കാര്യം. സോ എനിക്കെന്തോ ഇച്ചിരി ഇമോഷണലായി. എത്ര വയസ്സായി ഇന്ന് പറഞ്ഞുകൂടുന്നു? പിന്നെ എല്ലാവർക്കും അറിയാല്ല. 41 വയസ്സായി അമ്മയ്ക്ക്. 41 വയസ്സേ ഉള്ളു കൈസ്, ഒന്നൊരു പ്രായമല്ല. അച്ഛൻ എത്ര വയസ്സുണ്ട്? 21 വയസ്സിലായിട്ടാ കെട്ടിയത്. അതായത് എനിക്കിപ്പോ 25 ആവാറായി. എന്റെ പ്രായത്തിന് മുമ്പേ അച്ഛന് 2 പിള്ളേരുണ്ട്. അതിനാൾ ഒരു സാരോ കറക്റ്റ് കമന്റ് അതില് ഇട്ടിരുന്നു. 15 വയസ്സ് കല്യാണം കഴിയുമ്പോ 16 വയസ്സില് പ്രവീണിനെ പ്രസവിച്ചാണ്. അപ്പോഴേ ആ പ്രായം വെച്ച് കൂട്ടുമ്പോ അറിയാലോ. അമ്മ പ്രവീണിനെ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ ഒഴുക്കിൽ പറയുന്ന സമയത്ത് എവിടെയെങ്കിലും അമ്മയ്ക്ക് ഒരു പിടുത്തമോ അല്ലെങ്കിൽ മകനോടുള്ള ഒരു വെറുപ്പോ ഒന്നും വരുന്നില്ല. കണ്ടോ നിങ്ങൾ ആ ഒരു ഫ്ലോ കണ്ടോ? ആ പ്രവീണിനെ പ്രസവിച്ചപ്പോഴും അമ്മ ആ ഒരു ഇതിൽ തന്നെ പറയുന്നു, അമ്മമാരമ്മയാടേ. സീരിയസ്ലി അമ്മമാരമ്മയാണ്. അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 ആവ് ചിലപ്പോൾ പറയും. അത് ചിലപ്പോൾ വിഷമവും വരും, സങ്കടവും വരും. അത് വേറെ കാര്യം. 97-ലായിരുന്നു കല്യാണം. അമ്മ കൊച്ചിലെങ്കിലും കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതും ഇല്ല. അന്നൊക്കെ കേക്ക് മേടിക്കുന്ന പൈസ കൊണ്ട് എന്റെ അമ്മയച്ഛനെ ഞങ്ങൾക്ക് അരി മേടിച്ച് കഞ്ഞി വെച്ചത്. അവരെ അമ്മയച്ഛനെ അവരെ കുറ്റം. അത് ഈ പറഞ്ഞ കാര്യമേ ഇന്നത്തെ തലമുറയ്ക്കൊന്നും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നെന്ന് പറയുന്നത് ഇപ്പൊ പ്രവീണിന്റെ അമ്മയ്ക്ക് 43 വയസ്സ്, എനിക്ക് 40 വയസ്സ്. അപ്പോൾ എന്നെക്കാട്ടിലൊരു 3 വയസ്സിന് മാത്രമാണ് പ്രവീണിൻ്റെയും പ്രണവിൻ്റെ അമ്മയ്ക്ക് പ്രായമുള്ളത്. അപ്പം ഇവർ പറയുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് ആ സത്യമാണ്. നമ്മൾ ഈ കേക്ക് എന്നുള്ള സാധനം ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആഹാരം ഇന്ന് കാണുന്ന മുട്ട പഫ്സും മറ്റതും മറിച്ചതൊന്നും അതൊന്നും ഒരു പിടുത്തമില്ല. നല്ല ഭക്ഷണം എന്നുള്ള കാര്യമില്ല. മെജോറിറ്റി ടൈംസ് കഴിക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി, കപ്പ, പിന്നെ ഉണക്കമീൻ, പിന്നെ ഈ കായ്ച്ചിൽ, പിന്നെ ഈ അവിടെ നിന്ന് ഇവിടുന്ന് ഇത് ചീരകളൊക്കെ ഏതൊക്കെ വിളയിലുണ്ടോ ആ ചീരകളൊക്കെ ഇങ്ങനെയുള്ള ഒരു 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 ലൈഫ്. അത് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഈ കാണുന്ന പിള്ളേർക്കൊന്നും ചിലപ്പോൾ അത് ഒന്ന് ചിന്തിക്കാൻ, ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും കഴിയത്തില്ല. നിങ്ങളങ്ങനെ അത് അറിയണമെന്ന് എനിക്ക് 2 മക്കൾ വളർന്നൊരു അങ്ങനെയല്ല. ബട്ട് അതൊരു കാലമായിരുന്നു. ഇതൊരു കാലമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ നിങ്ങൾ നടത്തിയപ്പോ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം കണ്ണറിഞ്ഞു. കാരണം ഇന്നേ വരെ ഇങ്ങനെ സംഭവം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ചിലപ്പോ 41 വയസ്സിലായിരിക്കും സമയമായ കേക്ക് കിട്ടിയല്ലേ. ഇപ്പോൾ അമ്മയുടെ ആദ്യമായിട്ടാണ് അമ്മ കേക്ക് കെട്ടിയെന്നുള്ള ഒരു കാര്യം അതിനകത്ത് ചില കമൻറ്റുകളൊക്കെ ഞാൻ ആ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ കണ്ട്. അപ്പോൾ 2 മക്കളുടെയും പരാജയമല്ലേ, നിങ്ങൾ ഇത്രയും കാലമായിട്ടും അമ്മയുടെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അമ്മയുടെ കേക്ക് മുറിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, മക്കൾ മനഃപൂർവ്വമായിട്ട് മറക്കുന്നു എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ മക്കളുടെ കാര്യങ്ങളെല്ലാം അച്ഛനമ്മമാർ ഓർത്ത് വയ്ക്കുമെങ്കിലും അച്ഛനമ്മമാരുടെ പല കാര്യങ്ങളും മക്കൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു കാര്യം
അത് എന്തുകൊണ്ടെന്നറിയാമോ? അനുഭവം എന്നുള്ളൊരു കാര്യം കൂടെ വരണം. അത് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുമ്പം നാളെ നമ്മുടെ മക്കൾ നമ്മുടെ കാര്യം ഓർത്ത് വയ്ക്കണോ ഇല്ലെന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവർക്കത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ പരാതി പറച്ചിലുണ്ടാകത്തില്ല. അച്ഛനമ്മമാർക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ള കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് പരാതി പറച്ചിലുണ്ടാകത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്മമാരൊക്കെ ഈ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വീട്ടിലെ ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഭക്ഷണത്തിന് മക്കൾക്ക് കൊടുത്താലും അച്ഛനായാലും ശരി, ചിലപ്പോൾ അമ്മമാരാണ് മെജോറിറ്റി. അമ്മമാർ കഴിച്ചിട്ടില്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കും. ആ മക്കൾ കഴിക്കുന്നത് കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അതിൽ ആ ചിരിയിൽ അവർ വിശപ്പടക്കും. അതായത് അവരുടെ വിശപ്പടങ്ങുന്നത് മക്കളുടെ വിശപ്പ് മാറുമ്പോഴാണ്. അവരുടെ സന്തോഷം കിട്ടുന്നത് മക്കളുടെ സന്തോഷം കാണുമ്പോഴാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അതെ, അമ്മയ്ക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാനായിട്ട് 43 വർഷം എടുത്തു കേസ്. രണ്ടെണ്ണത്തിന് കാണണമെങ്കിൽ 2 അടി കൊടുക്കായിരുന്നു. ഈ പ്രണവും പ്രവീണും രണ്ടുപേരും കൂടെ അമ്മയ്ക്ക് ഇതിനു മുമ്പ് കേക്ക് കട്ടി കൊടുക്കണ്ടേ? നിങ്ങൾക്ക് എത്ര കാലം കൊണ്ട് ചാനൽ തുടങ്ങിയ ആൾക്കാരാണ്. ഞാൻ വളരെ പരിഭവത്തോടുകൂടി വളരെ തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ, അത് നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരിക്കലും അച്ഛനമ്മമാർക്ക് കേക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തവരൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അവർ ഓർക്കാറില്ല. അച്ഛനമ്മമാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ കടന്നു പോകും എന്നുള്ളതിനെക്കുറിച്ച് ഓർക്കാറില്ല. ആ ഓർമ്മക്കുറവാണ് പ്രശ്നം. അതിന് നമ്മളെല്ലാവരും അക്കാര്യത്തിനകത്ത് ഞാനടക്കുന്ന ആൾക്കാരെല്ലാവരും അതിനകത്ത് ഒരുപോലെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഇക്കാര്യത്തിൽ. ഇങ്ങോട്ട് എണീറ്റ് വാ. അച്ഛൻ ഇല്ലെന്ന് കൊടുത്തില്ല അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്തായാലും ഈ സന്തോഷം എന്ന് നിലനിൽക്കട്ടെ. ഈ അച്ഛനും അമ്മയും സ്നേഹത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഒരു കാര്യം കൂടി പറഞ്ഞു പോകാമല്ലോ. എൻ്റെ അമ്മ കുറച്ച് കാലത്തിന് മുമ്പ് എൻ്റെ ചാനലിലൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ മരണം നടക്കുന്നത് എൻ്റെ അമ്മയുടെ പിറന്നാളിൻ്റെന്നാണ്. ആലോചിച്ച് നോക്കണം. എൻ്റെ അച്ഛൻ്റെ മരണം നടക്കുന്നത് അമ്മയുടെ പിറന്നാളിൻ്റെന്ന്. അതായത് എൻ്റെ അമ്മയുടെ പിറന്നാളിന് ഏത് വർഷം വന്നിരുന്നാലും അന്ന് അച്ഛൻ്റെ മരണദിനവും കൂടെയാണ്, ഞങ്ങളെ വിട്ടുപോയ ദിവസം കൂടെയാണ്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഇത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി ഇതിനകത്തൊരു എനിക്കിച്ചിരി ഒരു സാഡല്ല, ഒരു ഇതായിട്ട് തോന്നിയൊരു മൊമെൻ്റ് ഉണ്ട്. നമുക്ക് അതോടൊന്ന് കാണാം. കേക്ക് കട്ടിക്ക് കൊള്ളായിരുന്നു. ഞാൻ എൻ്റെ ആദ്യമായിട്ടുള്ള കേക്ക്, ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞ് ആദ്യമായിട്ടുള്ള കേക്ക് കട്ടിങ്. നിങ്ങളും ഒക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അമ്മമാർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആയിരിക്കും. അത്ര മതി. നമുക്ക് ഇനി കുറച്ച് കേക്ക് അങ്ങോട്ടും ഇച്ചിരി ഇതിങ്ങനെ റൂളാണ്. ഇച്ചിരി എന്ത് വേടേ മനുഷ്യരെ ഇമോഷണലാക്കി കൊല്ലുക. ആക്ച്വലി മക്കൾ രണ്ടുപേരും ഒരുമിച്ച് വേണമെന്നും അതുപോലെ തന്നെ എന്താ പറയുക, സന്തോഷം അച്ഛനമ്മമാരുടെ സന്തോഷങ്ങളിൽ മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരാണെങ്കിൽ അവരുടെ സന്തോഷം എപ്പോഴും മക്കൾക്കൊപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ മക്കൾ കൂടെ ഉണ്ടാവണം. മക്കളുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർക്ക് എപ്പോഴും അവരുടെ സന്തോഷം തന്നെ മക്കളുടെ അടുപ്പത്തിലുണ്ടാകുമ്പോഴാണ്. ഇവിടെ ഇപ്പോഴാണെങ്കിൽ രണ്ടുപേരും 2 വഴിക്കായി മാറി. എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് വരട്ടെ. കമൻറ്റ് ബോക്സിൽ ഇന്നൊരു മകനെന്ന നിലയിൽ പ്രവീണ് തോറ്റതും പ്രണവ് വിജയിച്ചതുമായ ദിവസമാണെന്നൊക്കെ കമൻറ്റ് വരുന്നു. എന്താ പറയുക, അമ്മ വാസ് ഷുവർലി മിസ്സിങ് പ്രവീൺ അറ്റ് ദിസ് മൊമെൻറ്റ്. ഹർ ടീയേഴ്സ് മെൻറ്റ് എവ്രിതിങ്. സത്യമാണ്, അതെനിക്കും തോന്നി കേട്ടോ. എനിക്ക് ഇത്രയും മതി, എനിക്ക് വേറൊന്നും വേണ്ട. എവ്രിതിങ് ഫോർ ഹിസ് ഹാപ്പിനെസ്. അതെവിടെയാ? ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് ഇത്രയും മതി, എനിക്ക് വേറൊന്നും വേണ്ട. എന്തായാലും ഈ സന്തോഷത്തിൻ്റെ ഇടയിലും നമ്മളെയും കൂടെ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. എന്ത് ചെയ്യാനാടി, ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് ആർക്കും ഒരേപോലെ ഇങ്ങനെ തുഴഞ്ഞു പോകാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ പിരിഞ്ഞ് മാറി ജീവിക്കേണ്ടവർ തന്നെയാണ്. ഒരിക്കലും ഒരു വ്യക്തികൾക്കും നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പ്രൊഡിക്റ്റ് ചെയ്തതുപോലെ ഇപ്പം പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയുടെ കാര്യങ്ങളായിട്ട് വിദേശത്തൊക്കെ പോയിട്ട് താമസിക്കേണ്ടി വരാം. വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ കാരണം മാറി താമസിക്കേണ്ടി വരാം. കുടുംബ പ്രശ്നങ്ങളില്ലെങ്കിലും മാറി താമസിക്കേണ്ടി വരാം. എന്തായിരുന്നാലും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത്, എപ്പോഴും ഉണ്ടാവണമെന്നില്ല, തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അച്ഛനായാലും നമ്മുടെ അമ്മയാണെങ്കിലും അതുവരെ നമ്മൾ ചിലപ്പോൾ അവരെക്കുറിച്ച് ഓർത്തില്ല, മിണ്ടിയില്ല, അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ തോന്നൽ ഉണ്ടായിരുന്നാലും ആ തിരിച്ചറിവ് വരുന്ന മൊമെൻറ്റിൽ നമ്മളത് മാറ്റം വരുത്തുക. ഞാനും നിങ്ങളും ആരും ഈ ഭൂമിയിൽ എന്നും ഉണ്ടാകത്തില്ല. സീനിയോറിറ്റി ഒന്നും ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരേ ഒരു ഏരിയ ആണ് മരണം. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണം സംഭവിക്കാം. സോ സ്റ്റിൽ നമ്മളെ പെറ്റ വയറിനെയും നമ്മളെ വളർത്തിയ കൈകളെയും മറക്കാതിരിക്കുക. അവരെ മറന്നുകൊണ്ടുള്ള ഒരു വളർച്ചയുമല്ല.
അവരെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും ഗുണമായിട്ട് ഭവിക്കത്തുമില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ ഇവിടെ കാണുന്ന റൈസ്. ബൈ.